ശബരിമലയിലേക്കുള്ള ഭക്തജന പ്രവാഹം തുടരുകയാണ്. ദിവസവും 1,00,000-ഓളം ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ തന്നെ ഈ ഒരു വലിയ വർധനവ് ഭക്തരുടെ കാര്യത്തിലുണ്ടായിരുന്നു. ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ തെരഞ്ഞെടുപ്പ് തിരക്കുകൾ ഒപ്പം തന്നെ വരുന്ന അവധി ദിവസങ്ങളും കൂടി കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് കൂടുതലുമായിട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അത് പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. കൂടുതലുമായി തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിലക്കലിൽ തന്നെ ഭക്തരെ തടഞ്ഞുകൊണ്ട് ക്രമീകരിച്ച് മാത്രം കടത്തിവിടുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. കൂടാതെ പമ്പയിലും ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം നടത്തിയിട്ടുണ്ട്. സന്നിധാനത്തെ തിരക്ക് കുറയുന്നതനുസരിച്ച് മാത്രമാണ് ഭക്തരെ കടത്തിവിടുന്നത്. രാവിലെ ഈ തിരക്ക് സന്നിധാനം മുതൽ മരക്കൂട്ടം വരെ നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള കാഴ്ചകൾ ഉണ്ടായിരുന്നു. ഏതായാലും മണിക്കൂറുകളിൽ 4000-ഓളം ഭക്തരാണ് 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ പരമ്പരാഗത കാനനപാതകൾ വഴി വരുന്ന ഭക്തരുടെ എണ്ണത്തിലും വലിയ വർധനമാണ് ഉള്ളത്. അത് പ്രത്യേകിച്ച് പുൽമേട് വഴി വരുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പുൽമേട് വഴി വരുന്ന ഭക്തരെ ഈ തിരക്ക് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള വിപുലമായിട്ടുള്ള സംവിധാനം ഏതായാലും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഭക്തരെ നിരീക്ഷിക്കുന്നതിന് അവർക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പുൽമേട് ഭാഗത്തും ഏതായാലും വനം വകുപ്പിൻ്റെ കൂടി സഹകരണത്തോടുകൂടിയുള്ള സജ്ജീകരണങ്ങൾ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഇനി ഉള്ള ദിവസങ്ങളിലും വലിയ തിരക്ക് തന്നെ ശബരിമലയിൽ അനുഭവപ്പെടും എന്ന് തന്നെയാണ് കരുതുന്നത്.